നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോളടിച്ചാൽ ബ്രസീൽ ടീമിൻ്റെ ഡാൻസ് ഉണ്ടാവില്ലേ? പലർക്കും ഈ ഡാൻസ് അങ്ങോട്ട് വല്ലാതെ കൊള്ളുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ബ്രസീലിൻ്റെ ഡാൻസ്, പ്രത്യേകിച്ച് ടിറ്റൊക്കെ അപ്പീജിയൻ ഡാൻസ് റിച്ചാലീസിൻ്റെ ഗോളിൽ നടത്തിയതൊക്കെ പലർക്കും കൊണ്ടിട്ടുണ്ട്. അത് കഥയറിയാതെ കൊണ്ടവരുമുണ്ട്, പിന്നെ ഒരു കാര്യമില്ലാത്ത വിരോധം വെച്ച് കൊണ്ടവരുമുണ്ട്. എങ്ങനെ കൊണ്ടാലും ഡാൻസ് തുടരും. അതാണല്ലോ പറയാനുള്ളത്. അത് ബ്രസീലിയൻ കൾച്ചറിൻ്റെ ഭാഗമാണ്. സാമ്പ ഡാൻസ് അവരുടെ കൾച്ചറിൽ അലിഞ്ഞതാണ്. ആ രൂപത്തിൽ അവർ ആഘോഷിക്കും. അന്നത്തെ ആ ഡാൻസ് എന്ന് പറഞ്ഞാൽ അത് മറ്റ് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ടിറ്റ കൃത്യമായിട്ട് അവിടെ ഇറങ്ങിയ ഡാൻസ് കളിച്ചത്. ഇത് നമ്മൾ അന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും അടുത്തൊരു വേൾഡ് കപ്പിന് ബ്രസീൽ ഇറങ്ങുമ്പോൾ ടിറ്റയല്ല കോച്ച്, ആഞ്ചലോട്ടിയാണ് കോച്ച്. അപ്പോൾ ആഞ്ചലോട്ടിയോട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ ചോദിക്കുന്നു, 2002 ആ ഡാൻസിൻ്റെ പശ്ചാത്തലമൊക്കെ അവിടെ നിൽക്കവേ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഡാൻസ് ചെയ്യുമോ ബ്രസീൽ ടീം ഗോളടിച്ചാൽ? അതല്ല, അത് പ്രോഹിബിറ്റ് ചെയ്യുമോ, നിങ്ങൾ തടയുമോ എന്നാണ് ചോദ്യം. 2002 അന്നത്തെ ടിറ്റയുടെ ഡാൻസ് പലർക്കും നമ്മുടെ ഇവിടെ കുറേ ആൾക്കാർക്ക് പിടിച്ചില്ല, പോട്ടെ, അത് വേറെ കാര്യം. അതെന്തറിഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ റോയ് കീനൊക്കെ അന്ന് അതിനെതിരെ വലിയ രൂപത്തിൽ വിമർശനമായിട്ട് വന്നിരുന്നു. റോയ് കീനെ എനിക്കറിയില്ല. 2002 വേൾഡ് കപ്പിന് അയർലൻഡിൻ്റെ ക്യാപ്റ്റനായിട്ട് കൊറിയ ജപ്പാൻ വേൾഡ് കപ്പിനായിട്ട് അവിടെ പറന്നിറങ്ങിയിട്ട് പിന്നെ കോച്ചിനായിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ട് വേൾഡ് കപ്പ് കളിക്കാതെ തിരിച്ചു പോയ മനുഷ്യനാണ്. അമ്മാതിരി ഈഗോയിസ്റ്റാണ്. അതാണ് അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു വേൾഡ് കപ്പിന് അവസരം കൊല്ലങ്ങൾക്ക് ശേഷം കിട്ടിയിട്ട് അങ്ങനെ ചെയ്ത ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് അന്നത്തെ ടിറ്റയുടെ ഡാൻസ് ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ മാധ്യമങ്ങൾ ആഞ്ചലോട്ടിയോട് ചോദിക്കുന്നത്, ബ്രസീൽ ടീമിൻ്റെ ഡാൻസ് ഉണ്ടാവുമോ? ഏത് ഗോളടിച്ചാലുള്ള ആ ഡാൻസ്? മറുപടി ആഞ്ചലോട്ടിയുടെ കൃത്യമായ മറുപടി, ഡാൻസിങ് ഈസ് നോട്ട് പ്രോഹിബിറ്റഡ്. നൃത്തം ചെയ്യാന്നുള്ളതൊന്നും ആരും വിലക്കിയിട്ടില്ല. അക്കോർഡിംഗ് ടു ഫിഫ റൂൾസ് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം. ഒരു പ്ലെയറെയും അതൊന്നും വിലക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണോ ആ തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് ആഞ്ചലോട്ടി കൃത്യമായിട്ട് നയം വ്യക്തമാക്കുന്നു. പിന്നെയുള്ള ചോദ്യം, ഇപ്പോൾ ഫിഫയുടെ പുതിയ റൂൾസ് അനുസരിച്ച് ഈ പ്ലെയിൻ ടൈം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ ശ്രമങ്ങളുണ്ട്. അപ്പോൾ പലതും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഈ 90 മിനിറ്റ് കളിയാണെങ്കിലും ചില കളികളിലൊക്കെ പന്ത് എത്ര നേരം ഗ്രൗണ്ടിലുണ്ടായി എന്നുള്ള കണക്കെടുക്കുമ്പോൾ 60 മിനിറ്റ്, 70 മിനിറ്റ്, 10-20 മിനിറ്റൊക്കെ കളി പല കാരണങ്ങൾ കൊണ്ട് നഷ്ടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫിഫ പല ശ്രമങ്ങളും പുതിയ റൂൾസിലൂടെ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെലിബ്രേഷൻ ഓവറായിട്ട് പോയി സമയം നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ ഡാൻസ് ചെയ്യുന്നൊന്നും വിലക്കാന്ന് ആരും കരുതണ്ട. ഇത്തവണയും ബ്രസീലിൻ്റെ ഡാൻസ് ഉണ്ടാവും, ഗാലറി പാട്ടും ഉണ്ടാവും, കൊട്ടും ഉണ്ടാവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.